ഹായ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വീഡിയോ മിസ്റ്റർ അഭിലാഷിൻ്റെ ഒരു ചോദ്യത്തിനുള്ള ഉത്തരമാണ്. അഭിലാഷ്, ഞാൻ നിരവധി തവണ വിളിച്ചിട്ടുണ്ട്. അവൻ്റെ ആക്സിഡൻറ്റിൻ്റെ കാര്യം അറിയാൻ പോലും ഞാൻ വിളിച്ചിട്ടപ്പോൾ അവൻ ഫോൺ എടുത്തിട്ടില്ല. ഫോൺ എടുത്തു കഴിഞ്ഞാൽ എന്നപാട് കട്ടാക്കും. ഈ ചങ്ങായിനെ കൊണ്ട് എന്ന് പറഞ്ഞിട്ട് കട്ടാക്കാണ്. അപ്പോൾ അവൻ ഇന്ന് പറയുന്നതായിട്ട് കേട്ടു, എൻ്റെ ഉത്തരം മുട്ടിപ്പോയി എന്നാണ് പറയുന്നത്. അവൻ ചോദിച്ച ചോദ്യത്തിന് എൻ്റെ അടുക്ക ഉത്തരമുണ്ടായിരുന്നില്ല എന്ന്. അദ്ദേഹത്തിൻ്റെ ചോദ്യം എന്ന് പറയുന്നത്, ഈ കമ്പനി തിരിച്ചു വന്നു കഴിഞ്ഞാൽ FIR ഇട്ടവർക്ക് എന്താവും അവസ്ഥ? ഈ FIR ഇട്ടവരുടെ കേസ് പിന്നെ അവർ സ്വന്തം നിലക്ക് നടത്തേണ്ടി വരില്ലേ എന്നുള്ളതാണ് മിസ്റ്റർ അഭിലാഷ് മോൻ്റെ സംശയം എന്ന് പറയുന്നത്. അതിന് എൻ്റെ മറുപടി എന്ന് പറയുന്നത്, കമ്പനി തിരിച്ചു വരില്ല എന്നാണ്. കമ്പനി തിരിച്ചു വന്നാൽ മാത്രമാണ് അത്തരത്തിലുള്ള ആശങ്കകൾക്ക് അടിസ്ഥാനമുള്ളൂ. നമുക്കറിയാം, കമ്പനി ഒരിക്കലും തിരിച്ചു വരില്ല. കമ്പനി ഇറ്റ്സ് ഓവർ അല്ലേ? അപ്പോൾ കമ്പനിയുടെ കക്കൂസിലെ പൊട്ടിയ കപ്പടക്കം ലേലം ചെയ്യാൻ വേണ്ടി വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഞാൻ പറയുന്നത്, ഇവൻ്റെ ഈ ഒരു ചോദ്യത്തിലുള്ള ഉപമ എന്ന് പറയുന്നത്, ഒരാൾ കുടയില്ലാതെ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ അഭിലാഷിനെ പോലെയുള്ളവർ ചോദിക്കും, മോനെ കുടയില്ലാതെ എങ്ങനെയാണ് പുറത്തേക്ക് ഇറങ്ങുക? ആകാശം പൊട്ടി നിൻ്റെ തലയിൽ വീണ് കഴിഞ്ഞാൽ നിൻ്റെ തലയിൽ പരിക്കേൽക്കില്ലേ? അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മളെ പോലുള്ളവരും ആകാശം പൊട്ടിയിട്ടൊന്നും താഴെ പോവില്ല. അങ്ങനെ അതുകൊണ്ട് ഈ കൊടയില്ലാതെ നമുക്ക് പോകാൻ സാധിക്കും എന്നുള്ളതാണ് അതിനുള്ള മറുപടി. അപ്പോൾ ഇപ്പോഴും കമ്പനി തിരിച്ചു വരുമെന്ന് പറഞ്ഞുകൊണ്ട് ഒരുപാട് പാവങ്ങളെ പറ്റിച്ചുകൊണ്ടിരിക്കുന്ന ഒരുത്തരാണ് അഭിലാഷ് ജി എന്ന് ഈ ഒരു സംഭവത്തിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. ഇനി ഈ കേസിൻ്റെ കാര്യങ്ങൾ എന്താണ് സംഭവിക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ FIR ഇട്ടവരുടെ കേസ് അന്വേഷിക്കുന്നത് സർക്കാരാണ്, പോലീസാണ് അന്വേഷിക്കുന്നത്. അതിനുശേഷം ഇത് പോലീസ് റിപ്പോർട്ട് കൊടുക്കും. പിന്നെ അത് സ്വാഭാവികമായിട്ടും PP അത് പ്രസൻറ്റ് ചെയ്യും എന്നുള്ളതാണ്. അപ്പോൾ സർക്കാരിന് വേണ്ടിയിട്ടാണ് പോലീസ് അന്വേഷിക്കുന്നത്. അപ്പോൾ അതിനുശേഷം അത് PP ആണ് ഇത് സർക്കാരിന് വേണ്ടിയിട്ട്, ഇന്ത്യയിലെ നിയമവ്യവസ്ഥയ്ക്ക് എതിരായ ഒരു സംഭവത്തിന് വേണ്ടിയിട്ട് PP ആണ് ഈ കക്ഷികൾക്ക് വേണ്ടിയിട്ട് റെപ്രസെൻ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇവർക്ക് യാതൊരുവിധ സാമ്പത്തിക ചെലവും ആവശ്യമില്ല എന്നുള്ളതാണ്. മറ്റൊരു കാര്യം പറയാനുള്ളത്, ഈ കമ്പനി തിരിച്ചു വന്നു കഴിഞ്ഞാൽ ഇവരുടെ പൈസ അവിടെ ബ്ലോക്ക് ചെയ്ത് വെക്കും എന്നുള്ളതാണ്. പിന്നെ ഇവർ കേസ് നടത്തി തെളിയിക്കണം, ഇവർ ഇതിൽ പൈസ ഇട്ടിട്ടുണ്ട് എന്ന് തെളിയിക്കണം എന്നാണ് ഇവനെ പോലെയുള്ള ആൾക്കാർ പറഞ്ഞു വെക്കുന്നത്. ഈ കമ്പനി തിരിച്ചു വരില്ല എന്ന് ഇതിൻ്റെ CEO ആയ ശ്രീനാഥ് പ്രതാപനടക്കം വലിയ ലീഡർമാർക്കടക്കം ഒരു നേരമെങ്കിലും ചോറ് വഹിക്കുന്ന നിക്ഷേപകർക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഇതിൻ്റെ ഡിജിറ്റൽ ID ആയിക്കോട്ടെ, OTT ആയിക്കോട്ടെ, ക്രിപ്റ്റോ ആയിക്കോട്ടെ, മറ്റ് ഗ്രോസറി ബോണ്ടുകളായിക്കോട്ടെ, എല്ലാം തന്നെ യാതൊരുവിധ അനുമതിയുമില്ലാതെ ജനങ്ങളുടെ കയ്യിൽ നിന്ന് സമാഹരിച്ച പണമാണ്. യാതൊരു വിധത്തിലുള്ള നികുതികളും അടക്കാതെ പേരിന് മാത്രം GST അടച്ചുകൊണ്ട് നമ്മൾ GST അടക്കുന്ന കമ്പനിയാണ് എന്ന് വരുത്തി തീർക്കുകയാണ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ടാണ് GSTയുടെ കേസിലടക്കം ഇവർ ഇന്ന് വക്കീൽ പോലും ഹാജരാവാതിരുന്നതിൻ്റെ കാരണവും അത് തന്നെയാണ്. ഇവരുടെ കയ്യിൽ എല്ലാ രേഖകളും ഉണ്ടെങ്കിൽ, നാട്ടുകാരെടുക്കുന്ന കളക്ട് ചെയ്ത രേഖകൾ, മുന്നോട്ടുള്ള നടപടികൾ എന്ന് പറയുന്ന വളരെ കഴിവുള്ള ആൾക്കാരുടെ അഡ്മിന്മാർ കളക്ട് ചെയ്ത രേഖകൾ ഇവരുടെ വക്കീലന്മാർക്ക്, ഇവരുടെ
കമ്പനിയുടെ പക്കലുണ്ടെങ്കിൽ എന്തുകൊണ്ട് കഴിഞ്ഞ 28-ാം തീയതി ഇതിന് മറുപടി കൊടുക്കേണ്ടതായിരുന്നു? 28-ാം തീയതി അതിന് മറുപടി കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. ഈ കൗണ്ടർ ഫയൽ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അതുപോലെ തന്നെ ഇന്ന് കേസിന് കോടതിയിൽ വക്കീൽ ഹാജരായിട്ടുണ്ടായിരുന്നില്ല എന്നുള്ളതാണ് സത്യം. യാതൊരുവിധ കടലാസുമില്ലാത്ത അനുമതികളുമില്ലാത്ത കമ്പനി തിരിച്ചു വരുമെന്നൊക്കെ പറയുമ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ചിരിയല്ലാതെ എന്താണ് വരേണ്ടത്? അപ്പോൾ സുഹൃത്തുക്കളെ, മനസ്സിലാക്കുക, അങ്ങനെ ഇങ്ങനെയുള്ള പൊട്ടൻ ചോദ്യത്തിന് ഉത്തരം അത് തന്നെയാണ്, അല്ലാതെ എനിക്ക് ഉത്തരമില്ലായിട്ടല്ല. ഈ കമ്പനി തിരിച്ചു വരില്ല, അത് മാത്രമേ ഉള്ളൂ. ബൈ.